നീതികേട് കണ്ടാൽ അതിനോട് എൻ്റെ കാഴ്ചപ്പാടിൽ നീതികേടെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അത് ചെറുപ്പത്തിലത് അതിനുശേഷം വിദ്യാഭ്യാസം, ചെറിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ പൊതുപ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ 10 വർഷമായി പൊതുപ്രവർത്തനം നടത്തുകയാണ്. ഈ 10 വർഷത്തിനുള്ളിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ശരി വന്നാലും തെറ്റ് വന്നാലും എല്ലാത്തിനെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ആരുടെ കാര്യമാണെങ്കിലും പറഞ്ഞിട്ടും കൊണ്ടിരുന്നേ വരും. അതിന് ചില ദോഷങ്ങളൊക്കെ വരും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ദോഷം വരും. എല്ലാം നല്ല പരമഭദ്രം എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയുന്നത്? അത് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചിലതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പം കുറേ ഗുണവും വരും, ചിലപ്പം ചില ദോഷവും വരുമെന്ന്. ഗുണവും ദോഷവും സമ്മിശ്രമാണ്. ആ ഗുണം വന്നാൽ ഗുണത്തിൻ്റെ മെച്ചം, ദോഷം വന്നാൽ അതിനെ നേരിടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ജനകീയ നേതാവിന് ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഒരു MLA ആയിട്ടിരിക്കുമ്പോൾ ചില ബാധ്യതകളൊക്കെ ഇല്ലേ? അത് നിങ്ങൾ ധരിക്കുന്ന പോലെയൊന്നുമല്ല. ജനകീയ നേതാവെന്ന് പറഞ്ഞാൽ EMS നമ്പൂതിരിപ്പാട് ജനകീയ നേതാവല്ലായിരുന്നോ? അദ്ദേഹം ശരിയെന്ന് തോന്നിയതും തെറ്റെന്ന് അദ്ദേഹത്തെ തോന്നിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യതയോടുകൂടി വിവാദം വന്നപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. EK നായനാർ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാക്കന്മാർ എന്തിന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഏത് പൊതുപ്രവർത്തകരും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ പോലും അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ചിലത് വിവാദമായിട്ടുണ്ട്. പറഞ്ഞത് എന്നോർത്ത് അന്യായമാണെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഒരുമാതിരി ഷണ്ണത്വമാണെന്നാണ് എൻ്റെ നിലപാടാണ്. അതുകൊണ്ട് കാണുന്നതിനോട് പറയും. ചിലപ്പം ചിലത് ഇച്ചിരി പാളിപ്പോയെന്നൊരു ചെറു ദോഷം വരും. അത് വരുമെന്ന് ഒരുപാട് കാര്യം ചെയ്യുമ്പം അതിനിടയിൽ ഇങ്ങനെ ശരിയും തെറ്റും ഒക്കെ വരും, സമ്മിശ്രമാണ്. ചില സമയത്ത് ഈ പാർട്ടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് സാറിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പാർട്ടി ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതൊന്നും അല്ല, അതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ 10-60 വർഷമായി പാർട്ടി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. അതിലെ ഒരു 27 വർഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. അതിന് മുമ്പ് ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് മുഴുവൻ നാളും ലോക്കൽ സെക്രട്ടറി, അതിനുശേഷം ദേവികുളം താലൂക്ക് സെക്രട്ടറി, ഇങ്ങനെ പ്രവർത്തിച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പർ 85 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെ എത്രയോ പ്രവർത്തനം, സംസ്ഥാന മന്ത്രി, MLA എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യം ചെയ്യുമ്പം ചിലപ്പോൾ ചില പെശകുകൾ വരും. അത് നമ്മൾ പെശകം തോന്നി അങ്ങ് തിരുത്തും. ശരിയെന്ന് തോന്നി അത് മുഴുവൻ പിടിക്കും. എൻ്റെ നിലപാടതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷണിക്കപ്പെടുന്നതും ക്ഷണിക്കപ്പെടാതിരിക്കുന്നതും ഒക്കെ സംസാരിക്കുന്ന ഒരു സിനാരിയോയിൽ ഒരു വലതുപക്ഷ പ്രവർത്തനം ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളതിൽ ഒരു വലതുപക്ഷ മേൽക്കോയ്മ കിട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നിശ്ചയമായിട്ടുണ്ട്. ഈ രാമക്ഷേത്രം പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട കേസേ അല്ല. ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്തരം കാര്യങ്ങൾ നൈമിഷികമായ പ്രശ്നങ്ങൾ ഉയർത്തിയാൽ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിത്. അല്ലാതെ രാമനോടോ സീതയോടോ വലിയ സ്നേഹം ഉണ്ടായിട്ടാണോ ആർക്കുണ്ടെന്ന് ഈ പറയുന്നത്? യാഥാർത്ഥ്യക്കാർക്കോ? ഞാൻ കരുതുന്നില്ല. രാമൻ്റെയും സീതയുടെയും കാര്യമൊക്കെ പറയുന്നതാണ് ഇപ്പോൾ വോട്ട് കിട്ടാനും സീറ്റ് കിട്ടാനും ഭരണത്തിൽ പറ്റുന്നതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങളതിനെതിരാണ്. മതവും ജാതിയും ദൈവത്തിൻ്റെയും കാര്യം വലിച്ചടച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ കുരിശിൻ്റെ കേസ് വരുന്ന സമയത്ത് സാറും പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിൽ നമ്മൾ ജനകീയമായി മുഖമുണ്ടാവണമെങ്കിൽ അത്തരത്തിലൊക്കെ ചില കാര്യങ്ങളിൽ ഇടപെടണമെന്ന്. അങ്ങനെ ആയിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അത് വേറെ കേസാണ്, ഇതൊന്നുമല്ല. രാജ്യത്തിൻ്റെ ഭരണം കൈയാളാൻ ശ്രീരാമനെ മുന്നേ നിർത്തി കളിക്കുക. അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് കൊന്നവന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. വർഗീയ ലഹളയിൽ മുസൽമാന്മാരെ, മതന്യൂനപക്ഷങ്ങളെ, പാവങ്ങളെ, എത്ര വർഗീയ ലഹള. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇതൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമില്ലേ? ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ രാമൻ്റെയും അയോധ്യയുടെയും സീതയുടെയും പ്രശ്നം ഉയർത്തിക്കൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവർക്ക് രാമനോട് വലിയ പ്രേമമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. തട്ടിപ്പ്. രാമൻ്റെ പേര് പറയുക, സീതയുടെ പേര് പറയുക, ഹിന്ദു ജനവിഭാഗത്തെ ഏകീകരിപ്പിക്കുക, വോട്ട് മേടിക്കുക, അധികാരത്തിൽ വരിക. ഇതെല്ലാം എന്താ? ഇതിലേതേലും ആത്മാർത്ഥത ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നില്ല.
ഇപ്പം പറ്റുന്ന രാമൻ്റെയും സീതയുടെയും കാര്യം പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തിന് രാമൻ്റെയും സീതയുടെയും കാര്യം പറയാതെ രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയ നയവും സാമ്പത്തിക നയവും പറയരുതെന്ന്? എന്തിന് ജാതിയും മതവും രാഷ്ട്രീയം ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കണം? ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നമാണ്. അത് പറയട്ടെ, ഭരിക്കട്ടെ, ജനങ്ങൾക്ക് സേവനം ചെയ്യട്ടെ. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണല്ലോ. അതിനകത്ത് സീതേനെയും രാമനെയും ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത സീതേനെയും രാമനെയും ഹിന്ദു ദൈവങ്ങളെ വലിച്ചടിക്കുന്ന എന്തിന്? കോൺഗ്രസും ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ തന്നെ അത് അങ്ങനെ അത് അതിൻ്റെ പ്രയോഗമാണല്ലോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയിലും കൊള്ളുകയില്ല എങ്ങും കൊള്ളുകയില്ലാത്ത വരുവായിട്ടുണ്ടല്ലോ ഇപ്പം. കോൺഗ്രസ് അതെ, ഇന്ദിരാഗാന്ധി അതെ, നെഹ്റു കുറേ വ്യത്യസ്തനായിരുന്നു. അതിന് ശേഷം ഉള്ളവർ ശാസ്ത്രീയം വേണേൽ കുറച്ച് വ്യത്യസ്തമാക്കാം. ബാക്കി മുഴുവൻ കാര്യവും മുഴുവൻ ഇത് തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഗവർണറുടെ നടപടിക്കെതിരായിട്ട് ഒരുപാട് സമര പ്രക്ഷോഭങ്ങൾ, ഒരുപാട് സമര പരിപാടികളാണ് നമ്മൾ നടത്തിയത്. ഒത്തിരി യുവാക്കളുടെ സമയവും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതിഷേധ സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഗവർണർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണർ ശരിയല്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പം ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നവരാണ്. അപ്പം അതിൽ ഗവർണറുടെ നയങ്ങൾക്കെതിരെ, BJPയുടെ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് അയാളെ പിന്താങ്ങിക്കൊണ്ടെടുക്കുന്ന നിലപാടിനെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റുക. അത് ഇനിയും ഞങ്ങൾ ചെയ്യും.